ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ആങ്കിൾ ജോയിന്റിന് ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ്. ഇത് സ്പെസിഫിക് ആയിട്ട് ബൈ മാല്യുലർ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ട്രൈ മാല്യുലർ ഫ്രാക്ചേഴ്സ്. സോ ബൈ മാല്യുലർ ഫ്രാക്ചേഴ്സിൻ്റെ അർത്ഥം എന്താ? ബൈയുടെ അർത്ഥം ടു, മാല്യുലസ് അതായത് നമ്മുടെ കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റിൻ്റെ ഉൾഭാഗത്തൊരു എല്ലുണ്ട്, പുറത്തുള്ള ഭാഗത്ത് എല്ലുണ്ട്. സോ ബൈ മാല്യുലർ ഫ്രാക്ചർ എന്ന് വെച്ചാൽ രണ്ട് സൈഡിലത്തെ എല്ല് പൊട്ടുന്നതാണ്. പിന്നെ ട്രൈ മാല്യുലർ ഫ്രാക്ചേഴ്സ് ഉണ്ട്. ട്രൈ മീൻസ് 3, അതായത് നമ്മുടെ ഉൾഭാഗത്തെ എല്ലും പൊട്ടും, പുറത്തുള്ള ഭാഗത്ത് പൊട്ടും, ബാക്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടാവും. ഞാൻ എക്സസൈസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും കോമൺ കാരണം ട്രോമയാണ്, അതായത് വീഴുമ, സ്ലിപ്പായി വീണാൽ, തിരിഞ്ഞു പോയിട്ട് സ്ലിപ്പായി വീണാൽ. പിന്നെ പ്രായമുള്ള ആൾക്കാർ വീണാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ അത്ലറ്റ്സ് ലോങ് ജമ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ജമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ കാലിൻ്റെ പാദം തിരിഞ്ഞു പോയാൽ ലോഡിങ് കാരണം എല്ല് പൊട്ടും. പിന്നെ കാർ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻറ്റ്സ്, പെട്ടെന്ന് സ്കിഡായിട്ട് കാല് കുത്തുമ്പോൾ കാലിൻ്റെ പാദം സ്റ്റഡിയാവും, പക്ഷേ ലെഗ് ടിബിയ ഇതിനകത്തേക്ക് തിരിയും. ഏറ്റവും കോമൺ കാരണങ്ങൾ. പിന്നെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഓഫ് കോഴ്സ് നല്ല നീര് വരും, സിവിയർ പെയിൻ വരും, നടക്കാനും പറ്റില്ല. ചില ആൾക്കാർക്ക് സിവിയർ ആയാൽ കാല് തരിപ്പും, അതായത് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും. അതിന്റെ കാരണം ഞരമ്പിന്റെ മുകളിൽ നീര് വന്ന കാരണമാണ്. ബിക്കോസ് നമ്മൾ ആങ്കിൾ ജോയിന്റിന് അവിടെ മാംസമില്ലാത്ത ഭാഗമാണ്. സോ അതിൽ വല്ല ഫ്രാക്ചർ എന്തെങ്കിലും വന്നാൽ നീര് പെട്ടെന്ന് കെട്ടിയാൽ അത് അബ്സോർബ് ചെയ്യാൻ മസിലില്ല. സോ ചുറ്റുമുള്ള ഞരമ്പുകളുടെ മുകളിൽ നീര് വന്നാൽ ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും. ഇതിന്റെ ഡയഗ്നോസിസ് ഓഫ് കോഴ്സ് എക്സ്റേസ്. നമുക്ക് എക്സ്റേയിൽ ക്ലിയർ ആയിട്ട് കാണാം. ചില സന്ദർഭത്തിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ CT സ്കാൻ എടുക്കും, എസ്പെഷ്യലി ട്രൈമാലുലർ ഫ്രാക്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എടുക്കാൻ കാരണം ജോയിന്റിനകത്ത് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ ഡയറക്ഷനിലേക്ക് പോകും, ജോയിന്റിന് പുറത്താണെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ ഡയറക്ഷനിലേക്ക് പോകും. അതാണ് CT സ്കാനിന്റെ ഉദ്ദേശം. ട്രീറ്റ്മെന്റ് ഓഫ് കോഴ്സ് സർജറിയാണ് ഇതിന് ട്രീറ്റ്മെന്റ്. തുറന്നിട്ട് ഉൾഭാഗത്തെ എല്ല് സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം, പുറത്തുള്ള എല്ല് പ്ലേറ്റ് സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം. പിന്നെ ബാക്കിലത്തെ എല്ലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതും സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം. ഇതിൻ്റെ എയിം തന്നെ ആങ്കിൾ ജോയിൻറ്റിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടാനാണ്. നമ്മൾ ആങ്കിൾ ജോയിൻ്റ് ഒരു ചെറിയല്ല, നല്ല ലോഡിങ് വരുന്നൊരു ജോയിൻ്റാണ്. സോ എല്ല് തെറ്റായ രീതിയിൽ സെറ്റായാൽ എന്താ പറ്റുക? ഭയങ്കര തേയ്മാനങ്ങൾ വരാൻ തുടങ്ങും. സോ ഇതിൻ്റെ ഉദ്ദേശം തന്നെ, സർജറിയുടെ ഉദ്ദേശം തന്നെ ജോയിൻറ്റ് കറക്റ്റായിട്ട് ഫോം ആക്കാനാണ്, ജോയിൻറ്റിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ്. ഡെഫിനറ്റ്ലി സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് പ്ലാസ്റ്റർ ഉണ്ടാവും. പിന്നെ പ്ലാസ്റ്റർ ഒഴിവാക്കിയിട്ട് സ്ലോ ആയിട്ട് ജോയിൻറ്റ് നമുക്ക് അനക്കാം. ഭയങ്കര റെയർ ആയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ മാത്രമായിട്ട് ചികിത്സിക്കുക, ബട്ട് അത് ഹൈലി അൺലൈക്ലി ആണ്. ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക്, ഷുഗർ ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ കുറച്ച് വ്യത്യാസം. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഷുഗർ ഉള്ള ആൾക്കാർക്ക് മുറിവുകൾ ഉണങ്ങാൻ ടൈം പിടിക്കും. ഫ്രാക്ചർ ഒരു മുറിവാണ്. സോ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ചധികം നാളെ പ്ലാസ്റ്റർ ഇടും, സ്റ്റിച്ചൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് എടുക്കുക. കാരണം മുറിവ് ഉണങ്ങാൻ ഡിലേ വന്ന കാരണം നേരത്തെ പ്ലാസ്റ്റർ വെട്ടിയാൽ അല്ലെങ്കിൽ നേരത്തെ സ്റ്റിച്ച് വെട്ടിയാൽ പ്രശ്നങ്ങൾ വരും. നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർ ട്രെയിനിങ്, എസ്പെഷ്യലി ചാടുന്ന സ്പോർട്സ്, വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ. നമ്മളെ ലാൻഡിങ് കറക്റ്റ് ആവണം. പ്രായമുള്ള ആൾക്കാർക്ക് റെഗുലറായിട്ട് എക്സസൈസ് വേണം, വീഴാതിരിക്കാൻ. പിന്നെ ഓഫ് കോഴ്സ് എല്ലിൻ്റെ ശക്തി കൂട്ടാൻ നമ്മൾ ആഡക്വേറ്റ് ഡയറ്റും വേണം, റെഗുലർ എക്സസൈസും വേണം. നല്ല റിസൾട്ടാണ്. സർജറി കഴിഞ്ഞാലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇൻ കൺക്ലൂഷൻ, ബൈമാലുലർ അല്ലെങ്കിൽ ട്രൈമാലുലർ ഫ്രാക്ചേഴ്സ് സർജറിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ്. ബട്ട് നല്ല റിസൾട്ടാണ്. ചെയ്തില്ലെങ്കിലാണ് പ്രശ്നങ്ങൾ വരാം, തേയ്മാനങ്ങൾ വരും, നടക്കാനും ബുദ്ധിമുട്ട് വരും. ആസ് ഓൾവേസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. Thank you.